ഇവിടെ കാണും വന്നിരുന്ന് ഏണിയും പാമ്പും കളിക്കാം. ഇതാ പറ്റിയ സ്ഥലം. ഹായ്, പുതിയ ബ്ലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പ്രമേയം റിവ്യൂലോട്ടാണ്. ഡയറക്ടർ രാഹുൽ സദാശിവൻ, മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ. ഇത് ഞാൻ ഒത്തിരി പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെ കണ്ടതാണ്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ആ പ്രതീക്ഷ പോയ സാധനം എനിക്ക് കിട്ടിയില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ചെറുതായിട്ട്. ഇപ്പം തുടങ്ങുന്നത് നോക്കുകയാണെങ്കിൽ തുടക്കം 17-ാം നൂറ്റാണ്ട് വെച്ചാണ് പടക്കമല്ലല്ലോ, അത് വരുന്നതേ ഉള്ളൂ. 17-ാം നൂറ്റാണ്ട് വെച്ചാണ് പടം തുടങ്ങുന്നത്. അതായത് അർജുന ശകുനും മറ്റേ മണികണ്ഠനും വെച്ച് ഇവർ രണ്ടുപേരും കൂടി കാട്ടിൽ അകപ്പെട്ടു പോയതാണ്, വഴിതെറ്റി വന്നതാണ്. അപ്പോൾ രാത്രിയായി ഇവർ തമ്മിൽ തീ ഉണ്ടാക്കുക. തീ ഉണ്ടാക്കിയിട്ട് അർജുന ശകുൻ ഉറങ്ങുന്ന സമയം നോക്കി മണികണ്ഠനെ കാണുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തിരക്കി. അപ്പം നമ്മൾ വിചാരിക്കും കുറേ പേടിക്കാനും ഇതൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ പേടിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രേതത്തിൻ്റെ ഇടയ്ക്ക് ചെന്നുപെട്ട് യക്ഷി ആണെന്ന് അറിഞ്ഞിട്ടും ദേഹത്തിൽ 2 തടവൊക്കെ തടയപ്പോഴത്തേന് പുള്ളി കയറി ഫ്ലാറ്റായി. അങ്ങനെ പ്രേതം കയറി, യക്ഷി കയറി മണികണ്ഠനെ അങ്ങ് തട്ടും. അങ്ങനെ ഇതിനകത്ത് അർജുന ശോകൻ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ഒരു മനയിൽ ചെന്ന് പെടുന്നു, കൈപ്പള്ളി മന. അങ്ങനെ മനയിൽ ചെന്ന് പെട്ട് അതിനകത്ത് നടക്കുന്ന കുറേ സ്റ്റോറിയാണ് ഈ സിനിമയിൽ പോയേക്കുന്നത്. അർജുന ശോകൻ അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ കാവലായിട്ട് സിദ്ധാർത്ഥ് ഭരതൻ, അവിടുത്തെ പാചകക്കാരനാണ്. അവർ തമ്മിൽ ഏതാണ്ട് ഇഷ്യൂ ഉണ്ടായിട്ട് അപ്പോൾ വരുന്ന ഒരു സംശയം, ഒരു ശബ്ദം വരുന്നു. ശബ്ദം ആരെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ശബ്ദം. മമ്മൂക്കയുടെ അഭിനയം ഇതിനകത്ത് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ മനയുടെ സെറ്റ്, പിന്നെ കളർ ഗ്രേഡിങ്, പിന്നെ ഇവരുടെ അഭിനയം, 3 പേരുടെ അഭിനയമുണ്ട്. ഈ 3 അഭിനയവും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ബാക്കി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ആ മനയ്ക്കകത്ത് അകപ്പെട്ടു പോകുന്നു. അതിനകത്ത് മമ്മൂക്ക കുറച്ച് നേരം കാണിച്ച് മമ്മൂട്ടിയെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുന കാണിക്കുന്നു. അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനും തമ്മിൽ കാര്യം പറയുന്നു. ഇത് തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ ഇത് തന്നെ. പിന്നെ അർജുന അശോകൻ ഇറങ്ങി ഓടാൻ നോക്കുന്നു. അങ്ങനെ അവിടുന്ന് ഓടാൻ സാധിക്കുന്നില്ല. പിന്നെ പിടിച്ചുകൊണ്ട് വന്ന് അകത്തിടുന്നു. പിന്നെ ഇത് ഒരു ഇൻ്റർവെൽ വരെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇൻ്റർവെൽ ആവാറായപ്പോഴാണ് അതിന് മുമ്പേ മമ്മൂക്ക പ്രേതമാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ ആയപ്പോൾ എല്ലാം സിനിമയ്ക്കകത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ആ ഇത് പ്രേതമല്ല, ചാത്തൻ, മമ്മൂക്ക ചാത്തനാണെന്ന് അറിയുന്നു. അങ്ങനെ അത് കഥ സ്റ്റോറി മനസ്സിലാകുമ്പം ഇതിന് മുമ്പ് കൈപ്പള്ളി മനയിൽ ഒരു അത് മമ്മൂട്ടിയുടെ പേരങ്ങനെയാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും അവർ വർഷങ്ങൾക്ക് മുമ്പ് ഈ കൈപ്പള്ളി മനയിൽ വന്ന് ഈ ചാത്തനെ ഇതാക്കാൻ തളയ്ക്കാൻ വന്നതാണ്. പിന്നെ ചാത്തനെ ഇയാളെ തട്ടിയിട്ട് ഇയാളുടെ ദേഹത്ത്, അതായത് ശരീരത്ത് കയറി ജീവിക്കുക. പിന്നെ അവിടെ വന്നവർക്ക് വെളിയിൽ പോകാൻ പറ്റുന്നില്ല. ഇത് തന്നെ കഥ. അതിൻ്റെ ഇടയ്ക്ക് അത് തന്നെ കഥ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പകിട കളിക്കുന്നു, ഇവർ രണ്ടും കൂടെ പകിട കളിക്കുന്നു. പിന്നെ മഴ പെയ്യുന്നു, രണ്ടും കൂടെ വെളി ഇറങ്ങി പോകുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ നീണ്ടു പോയേക്കുക. ഇത് തന്നെയാണ്. ഇത് കുറേ കഴിയുമ്പോൾ ഇത് എനിക്ക് ഇത് ചെറുതായിട്ടൊക്കെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ നേരത്തെ സിനിമ, രാഹുൽ സദാശിവൻ്റെ നേരത്തെ സിനിമ ഭൂതകാലം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അതും ഒരു ഹൊറർ മോഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു പടമാണ്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. ചില രീതിയിൽ ഞെട്ടാനായാലും പേടിക്കാനായാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പം നമുക്ക് തുടക്കത്തിലെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും നടക്കും എന്നൊക്കെ ഒന്ന് വിചാരിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് അത് തോന്നിപ്പിച്ചിട്ട് അതിനകത്തൊന്നും ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ പേടിക്കാനൊക്കെ ആണെങ്കിൽ ചിലവർക്ക്, എനിക്കിത് കണ്ടിട്ട് പേടിയായിട്ട് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഈ ചില അടുത്ത് ഞെട്ടുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഒന്നും ഈ ചിന്തിച്ച് പോകുന്ന നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ആ സ്റ്റോറിയൊന്നും ഇല്ല. ഇതിനു മുമ്പ് ഇതുപോലെ നമ്മൾ ട്രെയിലറിൽ കണ്ടത് ചില ഡീകോഡൊക്കെ ചെയ്ത ആ ഒരു സ്റ്റോറി തന്നെ ഇതിനകത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് കൂടുതൽ എടുത്തു പറയേണ്ട ഒന്നും എനിക്കിതിനകത്ത് തോന്നിയിട്ടില്ല. പിന്നെ 1 ടൈം വാച്ച് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇതിനകത്ത് ഓരോരുത്തരൊക്കെ വന്ന് തള്ളുന്നുണ്ട്, ഇത് പാൻ ഇന്ത്യൻ സിനിമ, പാൻ വേൾഡ് സിനിമ. ഇതിനകത്ത് പാൻ വേൾഡ് എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും ഒന്നുമില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ അർജുന അശോകൻ്റെ കരിയറിലെ വെച്ച് ഏറ്റവും നല്ലൊരു അഭിനയമുള്ളൊരു സിനിമ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ, സിദ്ധാർത്ഥ് ഭരതനും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 3 പേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റോറിക്ക് എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പിന്നെ ചിലവർക്ക് ഈ പടം ഇഷ്ടപ്പെടും, എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടും. ഇതിനകത്തൊരു ഇത് കൂടുതലും ഒരു ഫാമിലി പ്രേക്ഷകരൊക്കെ ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം പടം നിങ്ങളും പോയി കാണുക.
എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.